ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് മീൻ തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചൂട അല്ലെങ്കിൽ നെത്തോലി എന്ന് പറയുന്ന ചെറിയ മീനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് നമുക്കൊരു മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ഇതേപോലെ കീറിയെടുത്തത്, 4 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 10-12 ചുവന്നുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും പൊടികളും ചേർത്ത് നമുക്കൊരു മിക്സ് തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ തിരുമിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. ആവശ്യത്തിനുള്ള ഉപ്പും 1 നുള്ള ഉലുവാപ്പൊടിയും ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഈ ഇഞ്ചിയും പച്ചമുളകും പൊടികളും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീനും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ചൂട അല്ലെങ്കിൽ നെത്തോലിയാണ് എടുത്തിരിക്കുന്നത്. മത്തിയോ വേറെ ഏത് മീൻ തോരൻ വെക്കണമെങ്കിലും ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഏതാണോ മീൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ മീൻ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് വേവിക്കുന്ന സമയത്ത് ഒരുപാട് ഇളക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പൂണൊക്കെ ഉപയോഗിച്ച് ഇളക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇത് വേവിക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ഈ മസാലയിലിട്ട് ഇത് നല്ലതുപോലെ ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗത്തും തേങ്ങ അതേപോലെ പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത ഈ മിക്സ് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചട്ടിയോ ഇതേപോലെ നോൺ സ്റ്റിക്ക് പാത്രമോ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് വീണ്ടും ചട്ടിയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണം. ഏകദേശം 1/2 കപ്പ് അളവിൽ വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവ് വെള്ളം ചേർക്കുന്നുണ്ട്. ബാക്കി 1/4 കപ്പ് അളവിൽ ഞാൻ പുളി കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. മീൻ പുളിയാണ് കുതിർക്കാൻ ഇട്ടിരിക്കുന്നത്. അപ്പം ആ വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുളിയും ചേർത്ത് ഇതേപോലെ 1/2 കപ്പ് അളവ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതേ ഒരു ലെവൽ വേണം നിൽക്കാൻ. മീനിൻ്റെ മുകളിലേക്ക് വെള്ളം എത്തരുത്, അതിൽ ഏകദേശം കറക്റ്റ് അളവിൽ വേണം നിൽക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പം പിന്നീട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ബാക്കി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതേപോലെ ശ്രദ്ധിക്കുക, ചെറുതായിട്ട് സ്പൂൺ വെച്ച് ഇതേപോലെ ഒന്ന് നീക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് മാത്രം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ചട്ടി ഇതേപോലെ ചുറ്റിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഒന്ന് ചെറുതായിട്ട് നീക്കിയിട്ട് കൊടുക്കുകയോ ചെയ്യുക. ഇതേപോലെ ചട്ടി ചുറ്റിച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ മീൻ പൊടിഞ്ഞു പോവുകയില്ല. ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം മീൻ വെന്തിട്ടുണ്ട്, ഇതിനകത്തെ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി കിട്ടാനുണ്ട്. അപ്പോൾ ഏകദേശം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചും അതേപോലെ പിന്നീട് ഒരു 2 മിനിറ്റ് തുറന്ന് വെച്ചും ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ട് അതിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, പക്ഷെ അത്രയും വെള്ളം വേണം. അതൊന്ന് ചൂട് മാറുമ്പോഴത്തേക്ക് ആ വെള്ളം കറക്റ്റായിട്ട് വറ്റി കിട്ടും. ഒരുപാട് നമ്മൾ വെള്ളം കുറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോകും. ഇപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഏറ്റവും മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, ഇത്രയും കുറച്ച് വെള്ളമയം വേണം. ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഡ്രൈ ആയിക്കോളും. ഒരുപാട് ഡ്രൈ ആയിട്ട് നമുക്ക് ആദ്യം തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്